എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായി കഴിഞ്ഞ ദിവസം. ഒരു ലേഡിയാണ്. ആദ്യം എൻ്റെ അടുത്ത് വന്ന് വെയിറ്റൊക്കെ നന്നായി കുറച്ചതായിരുന്നു. പിന്നീട് കുട്ടിയായി കഴിഞ്ഞപ്പോഴത്തേനും വെയിറ്റ് കൂടി. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഫീഡിങ് ടൈമിൽ ഡയറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഇപ്പോൾ കുട്ടിക്ക് 2 വയസ്സായപ്പോൾ വീണ്ടും വന്നതാണ്. അപ്പോൾ നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ടായി ആ കുട്ടിയുടെ. അപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിൽ നിന്ന് ഒരു ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുണ്ടായി പുള്ളിക്കാരിക്ക്. അപ്പോൾ ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫുള്ള് നോൺ വെജ് ഐറ്റംസ്, ചിക്കൻ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്രോട്ടീൻ ഹൈ ആണ് കൊടുത്തിരിക്കുന്നത്. എഗ്ഗ് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കൂടെ അവർ പറഞ്ഞു. ഏകദേശം ഒരു 5000 റുപ്പീസ് എങ്ങാണ്ട് റേഞ്ചിലാണ് ഒരു സപ്ലിമെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അത് കുടിക്കാനും പറഞ്ഞു. പ്രോട്ടീൻ നന്നായിട്ട് വേണം, എന്നാലേ മസിൽ ബിൽഡ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് ഇപ്പോൾ ജിമ്മിൽ വരുമ്പോൾ അവർക്ക് ഇൻറ്റേർണൽ എന്തൊക്കെ ഡിസീസ് ഉണ്ടെന്ന് ഈ ജിം ട്രെയിനർക്ക് അറിയാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഈ കുട്ടിക്ക് ഓൾറെഡി PCOD ഉള്ള കുട്ടിയാണ്. PCOD ഉള്ളവർക്ക് ഒരുപാട് ചിക്കൻ യൂസ് ചെയ്യാൻ പറ്റില്ല, എഗ്ഗ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ കിഡ്നി ഫെയിലിയർ ഉള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഈ പ്രോട്ടീൻ പൗഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, ക്രിയാറ്റിൻ ഹൈ ആവും. അതുപോലെ ഫാറ്റി ലിവർ ഉള്ള ഒരാളാണ് വരുന്നതെങ്കിൽ അവർക്ക് ചിക്കനൊന്നും ഇത്രയും ക്വാണ്ടിറ്റിയിൽ എഗ്ഗും ചിക്കനും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ. ഡയബറ്റീസ് ഉള്ളവർക്കാണെങ്കിൽ അതിൽ പല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ കോമൺ ആയിട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുമോ കൂടുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഡിസീസസ് ട്രിഗർ ചെയ്യാനാണ് അത് കാരണമാവുക. എപ്പോഴും ആധികാരികമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ചെയ്യാനും അത് കൊടുക്കാനും ഒക്കെ ഉള്ള ഒരു ആധികാരികത എന്ന് പറയുന്നത് ഡയറ്റീഷ്യൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരാണ് ഒരു 3 വർഷം BSc ക്ലിനിക്കൽ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ MSc ഡയറ്ററ്റിക്സ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ ഒരുമിച്ച് ഒരു 5 വർഷം പഠിക്കുന്നത് ഡയറ്റീഷ്യൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആർക്കും അതിൻ്റെ ഒരു ആധികാരികത ഇല്ല ഡയറ്റ് കൊടുക്കാനായിട്ട്. ഇങ്ങനെയുള്ള ഇതിലിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരോട് പറയുവാണ്, ബോഡി ബിൽഡിങ്ങിന് പോകുന്ന അതും മാത്രം ഉദ്ദേശിച്ച് പോകുന്നവർ, മസിലൊക്കെ ബിൽഡ് ചെയ്ത് ബോഡി ഷോയ്ക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഓക്കെ. അല്ലാത്തൊരു നോർമൽ പേഴ്സണിന് ജിമ്മിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ജിം ട്രെയിനിങ് എടുത്തോളൂ. അവർ പറയുന്ന അതിന് എനിക്ക് പറ്റില്ല, കാരണം അവർക്ക് മാത്രമേ അത് അറിയുള്ളൂ. എക്സസൈസിൻ്റെ കാര്യങ്ങളും അവർക്ക് മസിൽ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളും അതിന് ഏതൊക്കെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് അവർ ട്രെയിനിങ് കിട്ടിയവരാണ്. അത് എനിക്ക് പറയാൻ ഇഷ്ടമല്ല. എക്സസൈസ് തന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ച് വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, എക്സസൈസ് എൻ്റെ ഭാഗമല്ല, അത് ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, അവരെ പോയി കാണാം. എൻ്റെ ഡയറ്റ് മാത്രമാണ്. മെഡിസിൻ്റെ ഭാഗം പറയാൻ ഞാൻ ആരുമല്ല, കാരണം എനിക്കറിയത്തില്ല. എനിക്ക് ഡയറ്റിൻ്റെയാണ് കൂടുതലായിട്ട് അറിവ്. അപ്പം നമുക്കത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അപ്പം എല്ലാവരും തന്നെ, ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് മെഡിസിൻ പറഞ്ഞാൽ മതി, ഡയറ്റിൻ്റെ കാര്യം അവർ പറയേണ്ട കാര്യമില്ല. അതുപോലെ എക്സസൈസിൻ്റെ കാര്യം അവർ പറയേണ്ട കാര്യമില്ല, അല്ലേ? എല്ലാവർക്കും ഓരോരോ ഭാഗങ്ങളുണ്ട്, അത് അവരവർ പറയട്ടെ. ബാക്കി ഉള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അത് അവർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ. ജിമ്മിൽ പോകുന്നവരോടാട്ടോ പറയാനുള്ളത്, വർക്കൗട്ട് നിങ്ങൾ ചെയ്തോളൂ, അതിന് അവർക്ക് പറയാനുള്ള അധികാരമുണ്ട്. പക്ഷേ അവർ തരുന്ന ഡയറ്റ് അതെപ്പോഴും ഒരു ഡയറ്റീഷ്യൻ്റെ കൺസൾട്ടേഷനിൽ മാത്രം നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യത്തിന് ബെറ്റർ. ഓക്കെ, താങ്ക് യു.